നിങ്ങൾ അവിടെ പോയി ചോദിച്ച് എല്ലാവർക്കും ചോദിക്കാനുള്ള അവസരം തരും. എല്ലാവർക്കും ചോദിക്കാനുള്ള വേരട്ടല വേണ്ട ചോദിക്കാനുള്ള അവസരം ഞാൻ ചെയ്തോളാം. താൻ പഠിപ്പിക്കണ്ട. ഓക്കെ, യെസ്. അടുത്ത ചോദ്യം. ആ ചോദ്യം എന്റെ ചോദ്യം 3 ജന അടുത്ത ചോദ്യം അടുത്ത ചോദ്യം 3 ജനപ്രതിനിധികളോടാണ്. ചോദ്യം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ നരേന്ദ്രമോദി സർക്കാർ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങൾ കേരളത്തിൽ, പ്രത്യേകിച്ച് തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ ഈ 3 ജനപ്രതിനിധികളും ജയിച്ചു കഴിഞ്ഞാൽ അവർ നടപ്പിലാക്കാൻ പോകുന്ന വികസനങ്ങൾ എന്താണെന്ന് അടിവരുവിട്ട് പറയണോടെ. തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ ജയിച്ചു കഴിഞ്ഞാൽ വി എസ് സുനിൽകുമാർ ജയിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ വികസനം കൊണ്ടുവരും? അതാണ് ചോദ്യം. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ, അങ്ങനെയുള്ള ചോദ്യങ്ങൾ വരട്ടെ. ഓക്കെ, എന്ത് വികസനം നടത്തുമെന്നുള്ളതാണ് അദ്ദേഹം ചോദിച്ചിട്ടുള്ളത്. ഈ മണ്ഡലത്തിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് പാർലമെന്റിൽ അതിശക്തമായിട്ട് പോരാടും. നമുക്കറിയാം, കഴിഞ്ഞ 5 വർഷക്കാലം ശ്രീമാൻ TN പ്രതാപൻ ഈ മണ്ഡലത്തിൽ വട്ടപൂജ്യമായിരുന്നു എന്നുള്ളത് എല്ലാവർക്കും നല്ല ബോധ്യമുള്ള കാര്യമാണ്. അതേ ഈ മണ്ഡലത്തിനെ തിരിഞ്ഞു നോക്കുന്ന സമീപനം പോലും സ്വീകരിച്ചില്ല. ആ ഒരു അനുഭവം സഖാവ് VS സുനിൽകുമാർ ഈ മണ്ഡലത്തിൽ നിന്നും ജയിച്ചു പോയാൽ ഉണ്ടാകില്ല എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല. ഇവിടെ 6 വർഷക്കാലം രാജ്യസഭാ മെമ്പറായിരുന്ന ആളാണ് ശ്രീമാൻ സുരേഷ് ഗോപി. ആ സുരേഷ് ഗോപിയും നമ്മുടെ രാജ്യസഭയിൽ എന്താണ് ചെയ്തതെന്നുള്ളത് ഈ നാട്ടുകാർക്ക് മുഴുവൻ ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയ പരതിയാൽ എന്താണ് എന്നുള്ളതിനെ സംബന്ധിച്ച് നിങ്ങൾ കൈയടിച്ചുകൊണ്ട് കാര്യമില്ല. ആകെ 23 ചോദ്യങ്ങൾ മാത്രമാണ് അദ്ദേഹം രാജ്യസഭാ മെമ്പറായിട്ട് ഇരുന്നിട്ട് ചോദിച്ചിട്ടുള്ളത്. നമ്മുടെ ഈ കേരളത്തിൽ കഴിഞ്ഞ 40 വർഷക്കാലമായി ഈ കേരളത്തിൽ ജനസേവനം നടത്തുന്ന ആളാണ് സഖാവ് VS സുനിൽകുമാർ. കഴിഞ്ഞ 15 വർഷക്കാലമായിട്ട് അദ്ദേഹം നിയമസഭാ അംഗമാണ്. അദ്ദേഹം കേരളത്തിലെ പിണറായി സർക്കാരിലെ കൃഷി വകുപ്പ് മന്ത്രി എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ എന്താണ് എന്നുള്ളത് നാട്ടിലെ ജനങ്ങൾക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് സാധാരണക്കാർക്കൊപ്പം അതുപോലെ തന്നെ പാവപ്പെട്ടവർക്കൊപ്പം നിലപാട് സ്വീകരിച്ചുകൊണ്ട് അവർക്കൊപ്പം നിന്നുകൊണ്ട് വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് വേണ്ടി, അതുമാത്രമല്ല ഇന്ത്യ രാജ്യത്ത് സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പോരാട്ടമായിട്ടാണ് ഞങ്ങൾ ഇതിനെ കാണുന്നത്. ജനാധിപത്യവും മതേതരത്വവും ഫെഡറൽ മൂല്യങ്ങളും സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പോരാട്ടമായിട്ടാണ് ഞങ്ങൾ ഇതിനെ കാണുന്നത്. രാജ്യത്തെ ഭരണകൂടം തന്നെ ഈ ഭരണഘടനാ മൂല്യങ്ങളെ ചവിട്ടി മതിക്കുമ്പോൾ അതിനെതിരായിട്ട് പോരാടാനായിട്ട് സുനിൽകുമാറിനെ പോലെ ഊർജ്ജസ്വലനായിട്ടുള്ള ശക്തനായിട്ടുള്ള ഒരു പോരാളിയാണ് നമുക്ക് ഇവിടെ നിന്ന് വേണ്ടത്. അല്ലാതെ ഞഞ്ഞാ പിഞ്ഞാ വർത്തമാനം പറയുന്ന ആളുകളല്ല. നമ്മുടെ BJP സ്ഥാനാർത്ഥി എല്ലാ ദിവസവും അദ്ദേഹം വിടുവായുത്തങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ പത്രമാധ്യമങ്ങളിലൂടെ കണ്ടിരിക്കുകയാണ്. VS സുനിൽകുമാർ സ്ഥാനാർത്ഥിയായി വന്നതോടുകൂടി UDFന്റെ നേരത്തെ ഉണ്ടായിരുന്ന സ്ഥാനാർത്ഥി ഒളിച്ചോടി പോയില്ലേ? TN പ്രതാപൻ ഇപ്പൊ എവിടെയാണ്? നമ്മുടെ മറുപടി പറയുവാനായിട്ട് നമ്മുടെ ആന്റോ പെരുമ്പള്ളി തയ്യാറാകണം. VS സുനിൽകുമാർ വന്നപ്പോൾ തന്നെ അദ്ദേഹത്തിന് പരാജയ ഭീതി മൂലം TN പ്രതാപൻ ഓടി ഒളിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. 4-ാം തീയതി വരെ സുരേഷ് ഗോപിക്കും സമയമുണ്ട് നോമിനേഷൻ കൊടുക്കുന്നവരെ. അതുവരെ സുരേഷ് ഗോപി കാത്തിരിക്കേണ്ട. ഇപ്പോഴേ തന്നെ സുരേഷ് ഗോപി കളം വിട്ട് സ്ഥലം മാറി പോകാനാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. ഓക്കെ ആന്റോ. 2000 പെട്ടെന്ന് അല്ല അതേ ചോദിച്ചാണ് എന്തൊക്കെ വികസനം കൊണ്ടുവരുമെന്ന്. ആയിക്കോട്ടെ, പെട്ടെന്ന്. ആദ്യം ഒരു കാര്യത്തിന് മറുപടി പറയേണ്ടതുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ KSUക്കാർ CBIക്ക് പരാതി കൊടുത്തു എന്നാണ് പറയുന്നത്. CBIക്ക് പരാതി കൊടുത്തു എന്നാണ് പറയുന്നത് KSUക്കാർ. ഞാനിതുവരെ ധരിച്ചിരുന്നത് ഒരു വ്യവസ്ഥാപിത നയമുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ. അവിടെ സ്വാഭാവികമായിട്ട് പ്രവർത്തിക്കുന്ന ഏജൻസികൾക്ക് അല്ലെങ്കിൽ ഉദ്യോഗസ്ഥന്മാർക്ക് പരാതി കൊടുക്കുക സ്വാഭാവിക. പക്ഷെ കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയുടെ അളിയനാണ് CBI എന്നുള്ളത് എനിക്ക് മനസ്സിലായില്ല. മറ്റൊന്ന് കൃത്യമായിട്ട് ഞാൻ പറയാം. നിങ്ങളിവിടെ പറഞ്ഞോടത്തോളം വെച്ചൊരു കാര്യം, ഒരു അന്തർധാര നിങ്ങൾക്ക് മനസ്സിലായില്ലേ? സുധീഷ് അത് ഓപ്പണായിട്ട് പറഞ്ഞു. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ കൃത്യമായിട്ട് ശ്രീ ആന്റോ, ആ ബഹളം കേട്ട് അങ്ങനെ മറുപടി പറയാനാണെങ്കിൽ താങ്കൾ മറുപടി പറഞ്ഞു തീർക്കില്ല. അവരവിടുത്തെ ബഹളം വെക്കട്ടെ. ശരിയല്ലല്ലോ, പറയൂ. ഞാൻ ഏറ്റവും കുറച്ച് സമയം എടുത്തിട്ടുള്ള ആർക്കെങ്കിലും തർക്കം? അത് ശരിയാണ്, പക്ഷെ താങ്കളൊന്ന് ഏറ്റവും കുറച്ച് സമയം എടുത്തിട്ടുള്ളൂ. 10 മിനിറ്റ് ആരെങ്കിലും വേഷം കെട്ടി വന്നിറങ്ങിയാൽ അതിനകത്ത് നിൽക്കാൻ പറ്റില്ല. ഒന്ന് അതേ പറയട്ടെ പ്ലീസ്.
ഒരു നിമിഷം അദ്ദേഹം ഇവിടെ പറഞ്ഞ ഒരു കാര്യം, പ്രതാപൻ ഓടി ഒളിച്ചു, പ്രതാപനെ കാണാനില്ല എന്നുള്ളതാണ്. മറ്റേതിന് മറുപടി അനീഷ് പറഞ്ഞോളൂ. പക്ഷെ ഒരു കാര്യമുള്ളത്, ഒരു കേരളത്തെ സംബന്ധിച്ച് അല്ലെങ്കിൽ ദേശീയ പ്രാധാന്യമുള്ള ഒരു തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഏതർത്ഥത്തിലും ഒരു പാർട്ടിക്ക്, ഒരു മുന്നണിക്ക് വിജയിച്ച് കയറാൻ ഏതൊക്കെ തന്ത്രങ്ങൾ ആവശ്യമുണ്ടോ, ഏറ്റവും പ്രഗത്ഭമതികളായിട്ടുള്ള സ്ഥാനാർത്ഥികൾ ആവശ്യമുണ്ടോ, അത് ഉപയോഗിക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. ഞങ്ങള് BJPയുടെ സ്ഥാനാർത്ഥികൾ 5 എണ്ണം ലോകത്തിലേക്ക് ഏറ്റവും നല്ലതെന്നുള്ള അഭിപ്രായം ഒന്നും ഒരു കോൺഗ്രസ് നേതാവോ UDF നേതാവോ പറഞ്ഞിട്ടില്ല. അപ്പൊ അവിടെ നേരത്തെ ഇവിടെ തർക്കം വന്നപ്പോ എന്താ, കൊടകര കുഴൽപ്പണം, അതെന്തേ നിങ്ങൾ ചെയ്യാഞ്ഞ്, ഇതെന്തേ നിങ്ങൾ ചെയ്യാഞ്ഞ്, ഇതൊക്കെ അടിസ്ഥാനപരമായിട്ടൊരു അന്തർധാരയുടെ ഭാഗമാണ്. ഞാൻ അത്രേ പറയുന്നുള്ളൂ. മറ്റൊന്ന്, ഇവിടെ ഇപ്പോ ഒരു MP എന്ത് നടത്തി, ഓടി ഒളിച്ചോ അങ്ങോട്ട് തേരാ പാര നടക്കുകയായിരുന്നു എന്ന് പറയണു. 5 വർഷമല്ലേ പ്രതാപൻ MP ആയിട്ടായിട്ടുള്ളൂ? 2 വർഷം. അത് ഞാൻ 4ാം ക്ലാസ്സിലെ കുട്ടികൾ ഓളിയിരുന്നതായിട്ട് കണക്കാക്കണുള്ളൂ. ഒരു MP-യെ സംബന്ധിച്ചിടത്തോളം 1 വർഷം, എനിക്ക് അറിയേണ്ട കാര്യം എത്ര കണ്ടതാ മോനെ, എത്ര കണ്ടതാ. 5 വർഷം പറയുന്നത് കേൾക്കൂ. 5 വർഷം ഒരു MP-യെ സംബന്ധിച്ച് 5 കോടി ഉറപ്പിക്കുകയാണ് അദ്ദേഹത്തിന് ഫണ്ട് കിട്ടുന്നത്. 5 കോടി വീതം ഒരു വർഷം. 2 വർഷം കോവിഡ് ആയിട്ട് കേന്ദ്ര ഗവൺമെന്റ് അത് വെട്ടിക്കളഞ്ഞു. പിന്നെ 15 കോടിയാണ് കിട്ടിയത്. മറ്റൊന്ന്, ശ്രീ CN ജയദേവൻ MP ആയിരുന്ന കാലഘട്ടത്തിൽ അദ്ദേഹത്തിന് പൂർത്തീകരിക്കാൻ കഴിയാതെ പോയ ഒരു 2.5 കോടി, അങ്ങനെ 17.5 കോടി ഉറപ്പിക്കുകയാണ് MP ഫണ്ട് എന്നുള്ള നിലയിൽ. 15 + 2.5. ഞാൻ വസ്തുതാപരമായിട്ടാണ് പറയുന്നത്. എനിക്ക് വേണമെങ്കിൽ ചോദ്യം ചോദിച്ചൂടെ, എന്തുകൊണ്ട് ആ 2.5 കോടി അദ്ദേഹത്തിന് ചെലവാക്കാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഉത്തരം പറയേണ്ടി വരും. അപ്പൊ 17.5 കോടി ആ കാര്യത്തിൽ കേരളത്തിൽ വളരെ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു MP ആണ്. പിന്നെ കാണാനില്ല, അതാണ് ഇതാണ്. നമ്മൾ ഒരു മിനിമം കാര്യം കണക്കാക്കണം. കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികളെ കോൺഗ്രസ് നിശ്ചയിക്കുക, CPM-ന്റെയോ ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥികൾ നിശ്ചയിച്ചോ, ഞങ്ങൾക്കൊരു തർക്കമില്ല. നിങ്ങൾ തരുന്ന ലിസ്റ്റും നിങ്ങളുടെ അഭിപ്രായം നോക്കിയിട്ടല്ല ഞങ്ങൾ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുക. നിങ്ങൾക്ക് അതുമാത്രമല്ല, അപ്പുറത്ത് നിൽക്കുന്ന ഞങ്ങളുടെ ഏറ്റവും മതേതരത്തിന് വേണ്ടിയുള്ള പോരാട്ടം, ഇന്ത്യയിലെ ജനസംഖ്യ ലേറ്റസ്റ്റ് 142 കോടിയാ. 2 അല്ലെങ്കിൽ 4 കോടി ജനങ്ങളുള്ള ഒരു കൊച്ചിട്ടാവട്ടം കേരളത്തിൽ പ്രവർത്തിക്കുന്ന ഒരു പാർട്ടി പറയുക BJP-യുടെ വർഗീയതയ്ക്കെതിരെ പോരാടാൻ ഞങ്ങൾക്കേ കഴിയൂ. 5% ജനങ്ങൾ അധിവസിക്കുന്ന പ്രദേശത്ത് ഈ ചോപ്പക്കൊടി ഇല്ല. അവരാ പറയണത്. അവരാണ് പറയുന്നത്. സമയം അധികരിപ്പിച്ചു. ഓക്കെ അനീഷ്. അപ്പൊ രാഹുൽ ഗാന്ധി കേരളത്തിലേക്ക് പോകുന്നത്? അനീഷ് അല്ല, ഇടതുപക്ഷത്തിന്റെ പ്രതിനിധി ഇവിടെ സുരേഷ് ഗോപി എന്ത് ചെയ്തു എന്ന് ചോദിച്ചു. സുരേഷ് ഗോപി 6 വർഷം പാർലമെന്റിൽ എന്ത് ചെയ്തു എന്നുള്ളത് അറിയണമെങ്കിൽ നിങ്ങളിപ്പോൾ യൂട്യൂബിലൊക്കെ ഇപ്പോഴും സെർച്ച് ചെയ്താൽ അദ്ദേഹം പാർലമെന്റിൽ നടത്തുന്ന സബ്മിഷനും അതിനുള്ള മറുപടികളും ഒക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അദ്ദേഹം നടത്തിയ സബ്മിഷനുള്ള ഇപ്പം ഏറ്റവും അവസാനം ആനകളെ ഒരു സംസ്ഥാനത്ത് നിന്ന് മറ്റൊരു സംസ്ഥാനത്തേക്ക് കൊണ്ടുപോകാനുള്ള ട്രാൻസ്ഫർ, അത് സുരേഷ് ഗോപി അവതരിപ്പിച്ച ബില്ലാണ് ഇപ്പൊ പാസ്സായത്. മനസ്സിലായി? അങ്ങനത്തെ ധാരാളം. ഇത് അതിന് മുഴുവൻ മറുപടി പറയാൻ സമയമില്ലാത്തതുകൊണ്ടാണ്. പക്ഷേ നിങ്ങളുടെ A.A. റഹീമിനെയും അതുപോലെ ശ്രീമതി ടീച്ചറേയും പോലെയുള്ള പ്രസംഗങ്ങൾ, ഒരു കോമഡി സിനിമ കാണുന്നത് പോലെ രസമുള്ള കാര്യങ്ങൾ, അതെന്തായാലും സുരേഷ് ഗോപിയുടെ കാണാൻ സാധ്യമല്ല. അതെന്തായാലും കാണാൻ സാധിക്കില്ല. പിന്നെ സുരേഷ് ഗോപി എന്ത് ചെയ്തു എന്നുള്ളത് തൃശ്ശൂര് നിങ്ങളുടെ മേയർ, ഇടതുപക്ഷത്തിന്റെ മേയർ പറഞ്ഞിട്ടുണ്ട്. സുരേഷ് ഗോപി വാക്ക് പറഞ്ഞാൽ പാലിക്കും. 1 കോടി രൂപ തരുമെന്ന് പറഞ്ഞു, തന്നു. പറഞ്ഞത് BJP-കാരനല്ല, CPM-ന്റെ മേയർ പ്രതാപൻ പറഞ്ഞു പറ്റിച്ചു. ഇത് പറഞ്ഞതും കോൺഗ്രസിന്റെ MP-യെ കുറിച്ച് പറഞ്ഞതും ഈ CPM-ന്റെ മേയറാണ്. അപ്പോ ഇനി ഈ കരുവന്നൂർ വിഷയം ഉണ്ടായല്ലോ. ഈ വിഷയം ഉണ്ടായ സമയത്ത് ഇവിടെ ആത്മഹത്യ നടന്നു, ചികിത്സ കിട്ടാതെ മരിച്ചു. ഇവിടെ എല്ലാം സുരേഷ് ഗോപി വന്നു. ഇവര് ബാങ്കിൽ നിന്ന് കട്ടുകൊണ്ടുപോയ പണമല്ല, അധ്വാനിച്ചുണ്ടാക്കിയ പണം ഉപയോഗിച്ച് കരുവന്നൂരിലെ നിരവധി ആളുകളെ സുരേഷ് ഗോപി സഹായിച്ചു. ചികിത്സിക്കാൻ പണമില്ലാത്ത കുട്ടികൾ, സെറിബ്രൽ പൾസി രോഗം ബാധിച്ച് ചികിത്സിക്കാൻ പണമില്ലാത്ത കുട്ടികൾക്ക് ചികിത്സിക്കാൻ പണം കൊടുത്തു സുരേഷ് ഗോപിയ.
സുനിൽകുമാർ അല്ല. ഈ കാട്ടുകള്ളന്മാര് കമ്മ്യൂണിസ്റ്റുകാര് ഈ ബാങ്കിൽ നിന്ന് പണം കട്ട് കൊണ്ടുപോയി അത് മുഴുവൻ സൂക്ഷിച്ചിട്ട് അതിൽ നിന്ന് ഒരു ചില്ലിക്കാശ് ഈ പാവങ്ങൾക്ക് കൊടുക്കാൻ ഇവരാരെങ്കിലും തയ്യാറായോ? സുരേഷ് ഗോപി ഇനി എം പി ഫണ്ട് ഉപയോഗിച്ച് 2.5 കോടി രൂപ അവണിശ്ശേരി പഞ്ചായത്തിൽ 2.5 കോടി രൂപയുടെ വികസന പദ്ധതി സുരേഷ് ഗോപി നടപ്പാക്കി. സുരേഷ് ഗോപിയുടെ MP ഫണ്ട് കിട്ടാത്ത ഒരു സ്ഥലവുമില്ല തൃശ്ശൂർ ജില്ലയിൽ. എല്ലാ സ്ഥലത്തും സുരേഷ് ഗോപിയുടെ MP ഫണ്ട് ഉപയോഗിച്ച് വികസന പദ്ധതി നടന്നിട്ടുണ്ട്. ഇനി സഖാക്കന്മാർക്ക് സംശയം ഉണ്ടെങ്കിൽ ഗുരുവായൂരിൽ പോയി ചോദിക്കുക. 317 കോടി രൂപ കേന്ദ്ര സർക്കാരിന്റെ അമൃത് ഫണ്ട്, പ്രസാദ് ഫണ്ട് അത് കൊണ്ടുവന്നത് സുരേഷ് ഗോപിയാണ്, അല്ലാതെ നിങ്ങളുടെ ജയദേവനല്ല. സുരേഷ് ഗോപി തൃശ്ശൂരിൽ പോയി നിങ്ങളുടെ മേയറോട് ചോദിക്കുക. 520 കോടി രൂപ അമൃത് ഫണ്ട് അത് പാസാക്കി കൊണ്ടുവന്നത് സുരേഷ് ഗോപിയാണ്. നരേന്ദ്രമോദി സർക്കാരിൽ നിന്ന് ഞങ്ങൾ സമയാനുവദിച്ചാൽ നിരവധി കാര്യങ്ങൾ ഞങ്ങൾക്ക് പറയാൻ വേണ്ടി സാധിക്കും. ഈ സുനിൽകുമാർ എന്ത് ചെയ്തു? 2 തവണ 3 തവണ MLA, 1 തവണ കൃഷി മന്ത്രി. കാശിന് ഗുണമുണ്ടായോ? ആളുകൾ പറയട്ടെ, എന്തെങ്കിലും ഗുണമുണ്ടായോ? 4% പലിശയ്ക്ക് കിട്ടിയിരുന്നത് അത് മുടക്കിയ മഹാനാണ് സുനിൽകുമാർ. 4% കിട്ടിയിരുന്ന ഗോൾഡ് ലോൺ, കർഷകർക്ക് കിട്ടിയിരുന്ന ഗോൾഡ് ലോൺ അത് കത്തെഴുതി മുടക്കിപ്പിച്ച മഹാനാണ് സുനിൽകുമാർ. ഇനി സുനിൽകുമാറിന്റെ വികസനം കാണണമെങ്കിൽ നിങ്ങൾ ഒല്ലൂർ മണ്ഡലത്തിൽ പോയാൽ മുഖ്യമന്ത്രിയും സുനിൽകുമാറും കൂടി ഒരു ബനാന ഫാക്ടറി ഉദ്ഘാടനം ചെയ്തു. കോടികൾ മുടക്കി. അവിടെ പറ്റി കിടക്കുന്നത് നിങ്ങൾക്ക് കാണാം. നിങ്ങൾ പോയി നോക്ക്, നിങ്ങൾക്ക് കാണാം. ഇതാണോ സുനിൽകുമാറിന്റെ വികസനം? ഇനി നിങ്ങൾ തൃശ്ശൂർ വന്നാൽ അവിടെ ചണ്ടിപ്പുലിപ്പാടം എന്ന് പറയുന്ന ഒരു പാടമുണ്ട് തൃശ്ശൂര്. അവിടെ ഏക്കർ കണക്കിന് ഭൂമാഫിയകൾ മണ്ണിട്ട് നികത്തി. അന്ന് ഈ മഹാൻ കൃഷിമന്ത്രിയാ. അവിടെ വന്നിറങ്ങി അദ്ദേഹം പറഞ്ഞു, ഈ മണ്ണ് മുഴുവൻ ഞാൻ എടുപ്പിക്കും. 1 തരി മണ്ണെടുപ്പിച്ചോ സുനിൽകുമാർ? നിങ്ങൾ ചണ്ടിപ്പുലിപ്പാടം ഇന്നും പോയി കാണ്. അങ്ങനെ മണ്ണിട്ട് നികത്തിയ കൃഷിഭൂമിയിൽ ഇന്ന് നിങ്ങളുടെ കോർപ്പറേഷൻ എലഗന്റ് സിറ്റി കൊണ്ടുവരാൻ വേണ്ടി പോകുന്നു. ആർക്ക് വേണ്ടി? ഭൂമാഫിയകൾക്ക് വേണ്ടി. അദ്ദേഹം കൃഷിമന്ത്രിയായിരുന്നില്ല, ഭൂമാഫിയകളുടെ മന്ത്രിയായിരുന്നു. അദ്ദേഹത്തിന് വിവരം വിദ്യാഭ്യാസവുമുള്ള ഒരാൾ പോലും തൃശ്ശൂരിൽ വോട്ട് ചെയ്യില്ല എന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട. ചോദിക്കട്ടെ. ഈ ആനയ്ക്ക് നിന്നുറങ്ങണതിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. BJPയുടെ ജില്ലാ പ്രസിഡന്റ് നിന്നുറങ്ങാൻ മാത്രമല്ല നിന്ന് സ്വപ്നം കാണുന്നുണ്ട് എന്നുള്ളതിന്റെ തെളിവാണ് ഈ പറഞ്ഞു വിട്ടതൊക്കെ. ഇനി ചോദ്യത്തിലേക്ക് വരാം. ഈ 2014 BJP രാജ്യത്ത് അധികാരത്തിൽ വരുമ്പോൾ ഒരു ബ്രാരൽ ക്രൂഡ് ഓയിലിന്റെ വില 106 രൂപയായിരുന്നു. അന്ന് കേരള മക്കളെ, നിങ്ങൾക്ക് കണക്കറിയില്ല എന്ന് വെച്ചിട്ട് അന്ന് ഡീസലിന്റെ വില 71 രൂപയാണ്. ഇന്ന് 2024 ഒരു ബാരൽ ക്രൂഡ് ഓയിലിന്റെ വില $36. അതായത് മറ്റേതിൻ്റെ പകുതിയും കഴിഞ്ഞ് പിന്നെയും $20 താന്നിട്ടാണ് കിടക്കുന്നത്. ഇപ്പോൾ ഡീസലിൻ്റെ വില 96 രൂപയാണ്. ഇതിൻ്റെ വില കൂട്ടുന്നതിൻ്റെ കാരണം നിങ്ങൾ പറഞ്ഞു ഉത്തരേന്ത്യയിൽ കക്കൂസ് കെട്ടാണെന്നാ. ഈ കക്കൂസ് കെട്ടിത്തീരാഞ്ഞിട്ടാണോ അതോ BJP ഇപ്പോൾ ഇലക്ട്രൽ ബോണ്ട് വഴി 6600 കോടി രൂപയുടെ ഈ പറയുന്ന അഴിമതി സമാഹരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണോ ഈ ഡീസലിൻ്റെ വില ഇതുപോലെ കൂട്ടുന്നതെന്ന് പറയണം. ഇതിൻ്റെ ഭാഗമായിട്ടാണ് രാജ്യത്ത് നിത്യോപയോഗ സാധനങ്ങൾക്ക് ദൈനംദിനം വില വർദ്ധിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് പാചകവാതകം, അരി, മണ്ണെണ്ണ എല്ലാത്തിൻ്റെയും വില വർദ്ധിക്കുന്നത്. BJP ഇക്കാര്യത്തിൽ എന്ത് നിലപാടാണുള്ളത്? എന്തുകൊണ്ടാണ് ക്രൂഡ് ഓയിൽ 10 വർഷക്കാലം കൊണ്ട് പകുതിയുടെ പകുതിയായിട്ടും പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വില ഓരോ ദിവസവും കൂടിക്കൊണ്ടിരിക്കുന്നത്? എന്താണ് ഇതിൻ്റെ പുറകിലെ രാഷ്ട്രീയം എന്ന് BJP പറയണം. മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെ അഭിപ്രായവും കേൾക്കണം. അല്ല, ഞാൻ മറുപടി പറയാം. ഈ കോസ്റ്റ് ഓഫ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് എന്ന് പറയുന്ന ഒരു സമ്പ്രദായമുണ്ട്. 10 കൊല്ലം മുന്നത്തെ 100 രൂപയല്ല ഇന്നത്തെ 100 രൂപ. മനസ്സിലായോ? കോസ്റ്റ് ഓഫ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് വർദ്ധിച്ചുകൊണ്ടിരിക്കും. അല്ല, ഇത് എന്തെങ്കിലുമൊക്കെ ഒരു വിവരം ഉണ്ടാവട്ടെ. വെറും പാർട്ടി കാസിൽ മാത്രം പറയുന്നത് മനസ്സിലാക്കി മറുപടി വേണ്ട. ചോദ്യം ചോദിക്കുക, മറുപടി കേൾക്കണം. ചോദ്യം ചോദിച്ചാൽ മറുപടി കേൾക്കണം. അതാണ് മര്യാദ. നിങ്ങളുടെ MP-മാര് പാർലമെന്റ് സ്വഭാവം ഇവിടെ കാണിക്കല്ലേ കേട്ടാ? പാർലമെന്റിൽ നിങ്ങളുടെ 2 MP-മാര് പോയിരുന്നു കൂകുന്ന സ്വഭാവം ഇവിടെ കാണിക്കല്ലേ? ഞാൻ പറയുന്നതിന് മറുപടി കേൾക്കും. ഇനി 2004 ഞാൻ പറയാം, 2004 വാജ്പേയി സർക്കാർ ഭരിക്കുമ്പോൾ ഇന്ത്യ രാജ്യത്ത് പെട്രോളിന്റെ വില 35 രൂപയായിരുന്നു. ഗൂഗിൾ സെർച്ച് ചെയ്താൽ മതി, നിങ്ങൾക്ക് ഇപ്പൊ തന്നെ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാൻ സാധിക്കും. 35 രൂപ. 35 രൂപ. 10 കൊല്ലക്കാലം UPA ഭരിച്ചപ്പോ ആ 35 രൂപ 78 രൂപയായി.
അതെങ്ങനെയാ വർദ്ധിച്ചു 43 രൂപ? 10 വർഷക്കാലം കൊണ്ട് എങ്ങനെയാണ് 10 വർഷക്കാലം കൊണ്ട് നിങ്ങൾ ഭരിച്ചപ്പോ, നിങ്ങൾ മൂട് താങ്ങി ഭരിച്ചപ്പോ കമ്മ്യൂണിസ്റ്റുകാർ മൂട് താങ്ങിയിട്ടല്ലേ കോൺഗ്രസ് ഭരിച്ചത്? നിങ്ങളുടെ 10 കൊല്ലം കൊണ്ട് 43 രൂപ പെട്രോളിന് വർദ്ധിച്ചു. ഞങ്ങൾ അധികാരത്തിൽ വരുമ്പോ 78 രൂപ, 2014 78 രൂപ, ഇന്ന് 91 രൂപ. പിണറായി ഭരിക്കുന്ന കേരളത്തിലെ കണക്കല്ല, കേരളം വിട്ടുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും നിങ്ങൾ കൂട്ടിക്കോ 13 രൂപ വർദ്ധിച്ചു. പക്ഷെ പിണറായി വിജയന്റെ കേരളത്തിൽ 10 രൂപ കൂടുതലാ. പിണറായി വിജയന്റെ വണ്ടി വരെ കർണാടകയിൽ പോയി ഡീസൽ അടിക്കുക. നിങ്ങൾ മനസ്സിലാക്കണം, കർണാടകയിൽ പോയി ഡീസൽ അടിക്കുക. അവിടെ മാഹിയിൽ പോയാൽ 91, പിണറായി വിജയന്റെ കേരളത്തിൽ 108. മാഹിയിൽ 91, പിണറായി വിജയന്റെ കേരളത്തിൽ 108. എന്താ കാരണം? മറ്റെല്ലാ സംസ്ഥാനങ്ങളും കേന്ദ്രം 15 രൂപ കുറച്ചു. പെട്രോളിനും ഡീസലിനും കേന്ദ്രം 15 രൂപ വീതം കുറച്ചു. എല്ലാ സംസ്ഥാനങ്ങളോട് ആവശ്യപ്പെട്ടു ആനുപാതികമായിട്ട് കുറയ്ക്കണം. എല്ലാ സംസ്ഥാനങ്ങളും ആനുപാതികമായിട്ട് കുറച്ചു. ഒരു സംസ്ഥാനം മാത്രം 2 രൂപ കൂട്ടി. അത് പിണറായി വിജയന്റെ കേരളമാണ്. പിണറായി വിജയന്റെ കേരളം 2 രൂപ അഡീഷണൽ സെസ്. ഇനി ഞാൻ പറയാം ഒരു ഈ ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യുന്ന ആരാ? ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യുന്നതും ശുദ്ധീകരിക്കുന്നതും വിപണനം ചെയ്യുന്നതും കേന്ദ്ര സർക്കാരിന്റെ പൊതുമേഖലാ സ്ഥാപനം. 1 ലിറ്റർ പെട്രോൾ വെക്കുമ്പോ കേന്ദ്ര സർക്കാരിന് 12 രൂപ. 1 ലിറ്റർ പെട്രോൾ കേരളത്തിൽ വെക്കുമ്പോ 18 രൂപ പിണറായി വിജയന്. ആ 18 രൂപ നോക്കുകൂലി. പിണറായി വിജയന്റെ നോക്കുകൂലി. ആ 18 രൂപ നിങ്ങൾ കുറയ്ക്ക്. അപ്പൊ പെട്രോളിന്റെ വില കുറയും. ഇനി ഓയിൽ ബോണ്ടിൽ 4 ലക്ഷം കടം. BJP അധികാരത്തിൽ വരുമ്പോ ഓയിൽ ബോണ്ടിൽ 4 ലക്ഷം കോടി കടം. ആ കടം മുഴുവൻ വീട്ടിയത് നിങ്ങളുടെ പിണറായി വിജയനല്ല, നരേന്ദ്രമോദി സർക്കാരാണ്. മനസ്സിലായോ? കാര്യങ്ങൾ മനസ്സിലായിട്ട് പെട്രോവില. ഹലോ 2013-14 നേരത്തെ ചോദ്യകർത്താവിന്റെ ആ ചോദ്യത്തിൽ തന്നെ അതുണ്ടായിരുന്നു. പ്ലീസ്. നമുക്കറിയാം, നമ്മൾ ക്രൂഡ് ഓയിൽ സ്വന്തമായിട്ട് ആവശ്യത്തിനൊന്നും ഉൽപ്പാദിപ്പിക്കുന്നവരല്ല. ഒപെക് രാഷ്ട്രങ്ങളാണ്, എണ്ണ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യങ്ങളാണ്. അത് നമുക്കറിയാം. ക്രൂഡ് ബാരലിന് കണക്കാക്കിക്കൊണ്ടാണ് ഡോളറിൽ കണക്കിൽ വരുന്നത്. ഏറ്റവും കൂടുതൽ 100-ന് പുറത്ത് വന്ന സമയത്താണ് 13-14 മൻമോഹൻ സിംഗിൻ്റെ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് പെട്രോൾ ഡീസൽ വില വർദ്ധിപ്പിക്കുന്നത്. നമുക്കറിയാലോ 2014 മോദിജി അഖിലേന്ത്യാ തെരഞ്ഞെടുപ്പിൽ അല്ലെങ്കിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയൊരു ഗ്യാരണ്ടി പറഞ്ഞു. എന്താ? അന്ന് 71 രൂപയുണ്ടായിരുന്ന പെട്രോള് 45 രൂപയിൽ താഴെ കൊണ്ടുവരും, 40 രൂപയിൽ താഴെ ഡീസൽ കൊണ്ടുവരും. എന്നെങ്കിലും അതൊന്നും നടപ്പാക്കിയോന്ന് ചിന്തിക്കുകയോ പറയുകയോ ചെയ്യില്ല. പുതിയ ഗ്യാരണ്ടിയിലേക്കല്ലേ പോണേ? അങ്ങനെ പറഞ്ഞു പോരുത്. BJP ഞാൻ നിങ്ങൾ പറഞ്ഞപ്പോ ഇടപെട്ടിട്ടില്ല. ശരിയല്ല. ഒരു വാഗ്ദാനവും അത്തരത്തിൽ ഒരു വാഗ്ദാനവും ഇല്ല. 15 ലക്ഷം അക്കൗണ്ടിലിടാം. 40 രൂപയ്ക്ക് പെട്രോൾ വെക്കാം. കോൺഗ്രസ്സുകാരാണ് തീരുമാനിക്കുക. കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്സുകാരും ഒരുമിച്ചിരുന്നാണ് തീരുമാനിക്കുക. ഓരോ കള്ളത്തരങ്ങൾ പറയാം. അത്തരത്തിൽ ഒരു വാഗ്ദാനം കൊടുത്തിട്ടില്ല. ഞങ്ങൾ കൃത്യമായി മാനിഫെസ്റ്റോ മുന്നിൽ വെച്ചാണ് തെരഞ്ഞെടുപ്പിന്. അതെ, ഹലോ വളരെ കൃത്യമായിട്ട് മോദിജിയുടെ ഗ്യാരണ്ടി ആയിരുന്നു 45 താഴെ പെട്രോള്. പറയട്ടെ അനീഷ്, നിങ്ങൾ അങ്ങനെ വെറുതെ പറഞ്ഞാൽ സമ്മതിക്കാൻ പറ്റുമോ? ഞാൻ നിങ്ങൾ സമ്മതിക്കാൻ പറ്റില്ല. സമ്മതിക്കാൻ പറ്റില്ല. എന്ത് രേഖയുടെ അടിസ്ഥാനത്തിൽ? എന്ത് ഡീസൽ ഇപ്പോ ഞാൻ പറയുന്നേക്കാൾ മുമ്പ് ആന്റോയും അനീഷും തമ്മിൽ തർക്കിക്കണ്ട. ഞാൻ പറയാം. നിങ്ങൾ തർക്കിച്ചതേ പറയട്ടെ, അവസരമാണ്. പറയട്ടെ, നിങ്ങൾ എല്ലാവരും ഇങ്ങനെ. മറ്റൊരു കാര്യം വളരെ കൃത്യമായിട്ട് പറഞ്ഞ ഒരു കാര്യമുണ്ട് മോദിജി. എന്താ? എല്ലാ കള്ളപ്പണങ്ങളും കണ്ടുകെട്ടും, സ്വദേശത്തും വിദേശത്തുമുള്ള ആളുകളെ കയ്യാമം കൽത്തുറുങ്ക് വഴി കൂടെ നടത്തും. അതുവഴി പിടിച്ചെടുക്കുന്ന കള്ളപ്പണം ഈ രാജ്യത്ത് ജനങ്ങളുടെ അക്കൗണ്ടിലേക്ക്, നിങ്ങളറിയാതെ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് 15 ലക്ഷം ഉറുപ്പിക വരെ വരും. മോദിജി ഗ്യാരണ്ടി. മറന്നുപോയോ? ഇങ്ങനെ പോകാതെ പച്ചക്കള്ളം. 3
എന്തെങ്ങനെ പറയുന്നത്? നിങ്ങൾക്ക് നുണ പറയാനല്ലാതെ ഒരു വാക്ക് എന്തെങ്കിലും അറിയോ? അതെ, ഈ പറയുകയും 2014 ഇദ്ദേഹം അധികാരത്തിൽ വരും ചെയ്തപ്പോൾ കേരളത്തിലെ എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ഒരു നിർദ്ദേശം ലഭിച്ചു. ഞാൻ അന്ന് ഇരിഞ്ഞാലക്കുട മുനിസിപ്പൽ കൗൺസിലറാ 3-ാം വാർഡിന് പ്രതിദാനം ചെയ്തു. ഞങ്ങളൊക്കെ എല്ലാ ബാങ്കുകളുമായി ചർച്ച നടത്തി ഓരോ സ്കൂളുകളിലും ഇലക്ഷൻ ബൂത്തുള്ള സ്കൂളുകളിൽ ആളുകളെ വിളിച്ചു കൂട്ടി ബാങ്കുകാരെ കൊണ്ടുവന്ന് അവർക്കൊക്കെ അക്കൗണ്ട് ചേർന്ന് കൊടുത്തു. രാഷ്ട്രീയം നോക്കിയിട്ടല്ല. കാരണം എന്താ? 1 ലക്ഷം രൂപ മുതൽ 15 ലക്ഷം വരെ നിങ്ങൾ അറിയാതെ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വരും. അർച്ചനയ്ക്ക് ഒരു പക്ഷേ അന്ന് ഇതിനെപ്പറ്റി ധാരണയുണ്ടാവില്ല, പാർട്ടിയിലുണ്ടാവില്ല. മറ്റൊന്ന് ഞാൻ പറയാം. മറ്റൊന്ന് ഒരു വാക്കുകൂടി. ഇതൊക്കെ പറയുന്ന ആളുകൾ ഇടതുപക്ഷക്കാരെ സംബന്ധിച്ചിടത്തോളം പെട്രോളും ഡീസലും അവരൊരു ദൗർബല്യ. കാരണം എന്താ? അവർക്കത് വർദ്ധിപ്പിക്കേണ്ടി വരില്ല. കേന്ദ്രത്തിൽ അവരൊരു 1 നൂറ്റാണ്ട് കഴിഞ്ഞാൽ പോലും അധികാരത്തിൽ വരില്ല. പക്ഷെ അവരും ഒരു കാര്യം ചെയ്തു. കേരളത്തിലെ സാമൂഹ്യ ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യാൻ 2 രൂപ വീതം പെട്രോളിനും ഡീസലിനും സെസ് ഏർപ്പെടുത്തി. എന്താ കൊടുക്കാത്ത? സുധീഷ് ഈ പെട്രോളിന്റെയും അതുപോലെ തന്നെ ഡീസലിന്റെയും കാര്യത്തിൽ കോൺഗ്രസും BJPയും ഒരേ തൂവൽ പക്ഷികളാണ്. ഇപ്പോ 10 വർഷമായിട്ടാണ് കോൺഗ്രസുകാർ വെയിലും കൊണ്ട് ഈ പെട്രോളിന്റെയും ഡീസലിന്റെയും വില വർധനവിന് എതിരായിട്ട് സമരം നടത്താനായിട്ട് തുടങ്ങിയിട്ടുള്ളത്. അതുവരെ നമുക്കറിയാം, അതുവരെ ഇന്ത്യ രാജ്യത്ത് UPA ഗവൺമെന്റിന്റെ കാലഘട്ടത്തിൽ അവർ പെട്രോളിന്റെയും ഡീസലിന്റെയും വില വർദ്ധിപ്പിച്ച കഥകളെല്ലാം തന്നെ നമുക്കറിയാം. അന്ന് വളരെ ശക്തമായി, അന്നും അതുപോലെ തന്നെ ഇന്നും വളരെ ശക്തമായി ഇടതുപക്ഷം അതിനെതിരായി അതിശക്തമായിട്ടുള്ള സമരപരിപാടികൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. പെട്രോളിന്റെയും ഡീസലിന്റെയും വില നിർണയാവകാശം എടുത്തു കളഞ്ഞത് ആരാണ്? ആദ്യം UPA ഗവൺമെന്റ്, പിന്നീട് അധികാരത്തിൽ വന്ന അതിനെതിരായിട്ട് ശബ്ദിച്ചവരാണ് BJPക്കാർ. പെട്രോളിന്റെ വില നിർണയാവകാശം എടുത്തു കളഞ്ഞപ്പോൾ അതിനെതിരെ പാർലമെന്റിലും പുറത്തും വളരെ ശക്തമായിട്ട് പ്രതിഷേധിച്ച BJPക്കാർ അധികാരത്തിൽ വന്നപ്പോൾ പിന്നെ മിണ്ടിയില്ലല്ലോ. അവർ ഡീസലിന്റെ വില നിർണയാവകാശം എടുത്തു കളഞ്ഞു. അത് ഓയിൽ കമ്പനികൾക്ക് വിട്ടുകൊടുക്കുന്നതായിട്ടുള്ള സമീപനം സ്വീകരിച്ചു. അങ്ങനെയല്ലേ ഇന്ത്യ രാജ്യത്ത് കഴിഞ്ഞ 10 വർഷക്കാലത്തിനിടയിൽ ഈ രീതിയിൽ പെട്രോളിന്റെയും ഡീസലിന്റെയും വില കുതിച്ചു കയറുന്ന സ്ഥിതിവിശേഷം ഇന്ത്യ രാജ്യത്ത് ഉണ്ടായിട്ടുള്ളത്? അതിന് മറുപടി പറയാനായിട്ട് അനീഷും അതുപോലെ തന്നെ ആൻഡോ പെരുമ്പിളിയും തയ്യാറാകണ്ടേ? അത് തയ്യാറാകണം. ഈ പെട്രോളിന്റെയും അതുപോലെ തന്നെ ഡീസലിന്റെയും നികുതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ അനീഷ് ചില കള്ളക്കണക്കുകൾ കൂടെ പറയുകയുണ്ടായി. അതിലെന്താണ്? ഏറ്റവും കൂടുതൽ കാശ് സംസ്ഥാനത്തിനും കുറവ് കാശ് കേന്ദ്രത്തിനും എന്നാണ് ഇവിടെ പറഞ്ഞത്. കള്ളക്കണക്കാണ് ഇവിടെ പറഞ്ഞത്. 28. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, പെട്രോളിന്റെയും ഡീസലിന്റെയും ഇനത്തിൽ നിന്നും എക്സൈസ് ഡ്യൂട്ടി പിരിച്ചു കൊണ്ടുപോയി അത് സംസ്ഥാനങ്ങൾക്കും കേന്ദ്രത്തിനുമായിട്ട് തുല്യമായി വീതിക്കണം. അതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, അതിൽ 28% വരുന്ന സംഖ്യ കൊണ്ടുപോകുന്നത് കേന്ദ്ര ഗവൺമെന്റ് ആണ്. അതിൽ താഴെ സംഖ്യ മാത്രമാണ് സംസ്ഥാനങ്ങൾക്ക്. ഇത് മാത്രമല്ല, സെസ് അതുപോലെ തന്നെ മറ്റു പല ഇനങ്ങളിൽ കേന്ദ്ര ഗവൺമെന്റ് സംസ്ഥാനങ്ങൾക്ക് വീതം വയ്ക്കാത്ത തരത്തിൽ അതെല്ലാം തന്നെ പിരിച്ചുകൊണ്ടുപോവാണ്. കഴിഞ്ഞ 10 വർഷക്കാലത്തിനിടയിൽ 25 ലക്ഷം കോടി രൂപയാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ ഖജനാവിലേക്ക് പെട്രോളിന്റെയും ഡീസലിന്റെയും നികുതി വരുമാനമായി കേന്ദ്ര ഗവൺമെന്റിന്റെ ഖജനാവിലേക്ക് വന്നതെന്നുള്ള വസ്തുത ശ്രീമാൻ അനീഷ് കുമാർ മറച്ചു വയ്ക്കുവാനായിട്ട് പാടുണ്ടോ? ഈ സംഖ്യയൊക്കെ എന്ത് ചെയ്തു എന്നുള്ളതാണ് ഞങ്ങൾക്ക് ചോദിക്കുവാനുള്ളത്. നാട്ടിലെ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട്, നാട്ടിലെ പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങളുടെ ഫണ്ടെല്ലാം വെട്ടിക്കുറയ്ക്കുന്ന സമീപനമാണ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. കേരളത്തിന് ന്യായമായി കിട്ടേണ്ടതായിട്ടുള്ള ആ വിഹിതം തടഞ്ഞു വെക്കുന്ന സമീപനമല്ലേ ഈ അനീഷ് കുമാറിന്റെ പാർട്ടി കേന്ദ്രത്തിൽ ഇരുന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സാമ്പത്തികമായി ഞെരുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടിയാണ് ഈ അനീഷ് കുമാറിന്റെ പാർട്ടി കേന്ദ്രത്തിൽ ഇരുന്നു കൊണ്ട് ചെയ്യുന്നത്. അതിനുള്ള കൊട്ട് സുപ്രീം കോടതിയുടെ കയ്യിൽ നിന്നും ഈയിടെ കിട്ടി എന്നുള്ളത് നമ്മളെല്ലാം തന്നെ കണ്ടതാണ്. ജനസഭയിൽ, ഇരിങ്ങാലക്കുട ജനസഭയിൽ ചർച്ച അവസാന ഘട്ടത്തിലേക്ക് പോകുന്നു. വീണ്ടും ചോദ്യങ്ങളിലേക്ക് ചോദിക്കാം. പെട്ടെന്ന് 3 പേരോടായിട്ടാണ് ചോദിക്കണേ. ഞങ്ങളാണ് ഇന്ത്യയിലെ ആദ്യത്തെ മൈനോറിറ്റി കമ്മ്യൂണിറ്റി. തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൽ ഞങ്ങൾക്ക് 3.5 ലക്ഷം വോട്ടുണ്ട്. ഞങ്ങളുടെ സഭയുടെ പേര് സീറോ മലബാർ എന്നാണ്. ഞങ്ങളിവിടെ നാട്ടിൽ പറയും സുറിയാനി കത്തോലിക്ക നസ്രാണികൾ എന്ന് പറയും. ഞങ്ങൾക്ക് 3.5 ലക്ഷത്തിലധികം വോട്ടുണ്ട് തൃശ്ശൂർ പാർലമെന്റ് മണ്ഡലത്തിൽ. തൃശ്ശൂർ ജില്ലയിലല്ല,
തൃശ്ശൂർ പാർലമെൻറ്റ് മണ്ഡലത്തിൽ ആളൂർ തുടങ്ങി ഗുരുവായൂർ മമ്മിയൂർ ചാവക്കാട് വരെയുള്ള ഈ നീളത്തിൽ ഞങ്ങൾക്ക് 3 ലക്ഷം വോട്ടുണ്ട്. ഈ 3 പേരോടായിട്ടാണ് എൻ്റെ ചോദ്യം. കഴിഞ്ഞ 10-70 കൊല്ലമായിട്ട് ഈ LDFിൻ്റെ UDFിൻ്റെ MP-മാർ ഞങ്ങൾക്ക് ഇവിടെ ഉണ്ടായിരുന്നു. ഞങ്ങളുടെ സമുദായത്തിൽപ്പെട്ടവർ മാറി മാറി അവർക്ക് വോട്ട് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾക്ക് അതുകൊണ്ട് ഞങ്ങളുടെ സമുദായത്തിന് ഇവർ എന്തൊക്കെ ഗുണങ്ങൾ ചെയ്തിട്ടുണ്ട്? പ്രത്യേകിച്ച് കഴിഞ്ഞ 10 കൊല്ലത്തെ കേന്ദ്ര ഭരണവും കഴിഞ്ഞ 8 കൊല്ലത്തെ സംസ്ഥാന ഭരണവുമായിട്ട് കമ്പയർ ചെയ്യണം. പ്രത്യേകിച്ച് ജസ്റ്റിസ് കോശി കമ്മീഷൻ, അതുപോലെ തന്നെ ഞങ്ങളിൽ 95% പേർക്കും 95% പേർക്കും സംവരണമില്ല. സുറിയാനി കത്തോലിക്കരായിട്ടുള്ള സിറോമൽ സഭയിൽപ്പെട്ട 95% പേർക്കും സംവരണമില്ല. ആകെ ചെറിയ സംവരണം കിട്ടിയത് ഇപ്പൊ മോദി സർക്കാരിന്റെ കാലത്ത്. അപ്പൊ ഇതിന് 3 പേര് ഞങ്ങൾക്ക് വേറെ ബേളം വെക്കാതെ കൂവി വിളിച്ചൊന്നും തോപ്പിക്കാൻ പറ്റില്ല കേട്ടോ. ചോദ്യം ചോദിക്കേണ്ടവർ ചോദിക്കും, മറുപടി അദ്ദേഹം ചോദിച്ചത് നിങ്ങളോട്. അപ്പൊ പറയൂ അവർക്ക് വേണ്ടി എന്ത് ചെയ്തു എന്നുള്ളതാണ്. യെസ്, അല്ല ഞങ്ങൾ ഇടതുപക്ഷം അങ്ങനെ സമുദായങ്ങളെ വേർതിരിച്ച് വിവേചനത്തോട് കൂടിയിട്ടല്ല ഞങ്ങൾ കാണാറുള്ളത്. അല്ലാണ്ട് ഏതെങ്കിലും ഒരു സമുദായത്തിന് പ്രത്യേകമായിട്ടുള്ള ആനുകൂല്യം അങ്ങനെ ആ രീതിയിലല്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി. കാരണം ഞങ്ങളെല്ലാവരും മനുഷ്യന്മാരായിട്ടാണ് ആളുകളെ കാണുന്നത്. ഞങ്ങള് ഇടതുപക്ഷം മനുഷ്യന്മാരായിട്ടാണ് കാണുന്നത്. ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യാനിയും അതുപോലെ തന്നെ ജാതിപത ഭേദമന്യാണ് ഞങ്ങൾ ആളുകളെ കാണുന്നതിന് വേണ്ടിയിട്ട്. അല്ലാണ്ട് വികസന പ്രവർത്തനങ്ങൾ, ക്രിസ്ത്യാനികൾക്ക് വേണ്ടിയിട്ടുള്ള പ്രത്യേക വികസന പ്രവർത്തനങ്ങൾ, ഹിന്ദുക്കൾക്ക് വേണ്ടിയിട്ടുള്ള പ്രത്യേക വികസന പ്രവർത്തനങ്ങൾ, മുസൽമാന് വേണ്ടിയിട്ടുള്ള പ്രത്യേക വികസന പ്രവർത്തനങ്ങൾ അങ്ങനെ ഇടതുപക്ഷം കാണാറില്ല. പിന്നെ നിങ്ങളെ പ്രത്യേകമായിട്ട് പരിഗണിക്കുന്നുണ്ട്. അവിടെ മണിപ്പൂര് നിങ്ങളെ പ്രത്യേകമായിട്ട് പരിഗണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. BJP അവിടെ 250ഓളം പള്ളികൾ അവിടെ കത്തിച്ചാമ്പലായി. നമ്മുടെ പ്രധാനമന്ത്രി ഇതുവരെ തിരിഞ്ഞു നോക്കിയില്ല. അതിന് മറുപടി പറഞ്ഞാൽ പള്ളികൾ കത്തിച്ചാമ്പലാക്കി. പോയിട്ട് അവിടേക്ക് അന്വേഷിക്കുന്നതിന് വേണ്ടി ശ്രമിച്ചിട്ടില്ല. മണിപ്പൂരിനെ കുറിച്ചല്ല ചോദിച്ചത്, ഇവിടെ ലൂർദ് പള്ളിയില് മണിപ്പൂരിനെ കുറിച്ചല്ല ചോദിച്ചത്. അടുത്ത എന്റെ സുഹൃത്ത് താങ്കളോടും കൂടിയുള്ള ചോദ്യം. നമ്മുടെ പള്ളിയിൽ കൊണ്ടുപോയിട്ട് വെള്ളിമ സ്വർണം പൂശിയ കിരീടം കൊടുത്തതിന്റെ കഥ നമ്മൾ കണ്ടതല്ലേ? അപ്പൊ അങ്ങനെയാണ് നിങ്ങളെ പരിരക്ഷിക്കുന്നത്. മറുപടി പെട്ടെന്ന്. ശ്രീ ആന്റോ, മറുപടി ഉണ്ടെങ്കിൽ പറയാം. താങ്കൾ അതിലേക്ക് നോക്കിയിരിക്കരുത്, മറുപടി പറയില്ല. പിന്നെ ആ ബഹളം അവിടെ നടന്നുകൊണ്ടിരിക്കും. അദ്ദേഹം ചോദിച്ചതിന് അതേ രീതിയിലും മറുപടി പറയാൻ എൻ്റെ ഒരു രാഷ്ട്രീയ പ്രവർത്തന ശൈലി അനുവദിക്കുന്നില്ല. ഒന്ന്, പിന്നെ എനിക്ക് വളരെ അടുപ്പമുള്ളൊരു സുഹൃത്താണ്, അഭിഭാഷകനാണ്. അദ്ദേഹത്തിനോട് വളരെ കൃത്യമായിട്ട് ഞാൻ പറയാ, എന്താ ഞങ്ങൾ മണിപ്പൂര് തന്നില്ലേ? ശ്രീ ആന്റോ, താങ്കൾക്ക് മറുപടി ഉണ്ടോ? ഇല്ലെങ്കിൽ അനീഷ് വല്ലതും പറയാനുണ്ടോ? നിങ്ങൾ ഇത് കേട്ട് നിന്നിട്ട് കാര്യമില്ല, പറയൂ പ്ലീസ്. പലതവണയായി ഞാൻ പറയുന്നു. അല്ല, നേരത്തെ ഇടതുപക്ഷത്തിന് മറുപടിയില്ല. ഈ 1,00,000 കോടി എങ്ങനെ വിനിയോഗിച്ചു മോദി സർക്കാരൊന്നും ഇടതുപക്ഷക്കാരൊന്നും മനസ്സിലാക്കുക. വികസനത്തിന്റെ കാര്യത്തിൽ 15ാം സ്ഥാനത്ത് നിന്നിരുന്ന ഒരു രാജ്യം ഇന്ന് ലോകത്ത് 5ാമത്തെ സാമ്പത്തിക ശക്തി 1,00,000 കോടികളുടെ അഴിമതി നടന്നിരുന്ന രാജ്യം. 2G സ്പെക്ട്രം കുംഭകോണം, ആദർശ ഫ്ലാറ്റ് കുംഭകോണം, കൽക്കരി കുംഭകോണം. ഇന്ന് കുംഭകോണങ്ങളുടെ രാജ്യമല്ല, ഇന്ന് വികസനത്തിന്റെ രാജ്യം. ഇന്ന് പിണറായി വിജയൻ വരെ വന്ദേ ഭാരത് ട്രെയിനിൽ യാത്ര ചെയ്യുന്നില്ലേ? നരേന്ദ്രമോദി കൊണ്ടുവന്ന വികസനം മനസ്സിലായോ? കോടിക്കണക്കിന് രൂപ തൃശ്ശൂരിന്റെ റെയിൽവേ സ്റ്റേഷന് 400 കോടി നരേന്ദ്രമോദിയുടെ പണം. നിങ്ങൾ കൈനീട്ടി വാങ്ങിയില്ലേ? 49,000 കോടി നരേന്ദ്രമോദി കൊടുത്ത പണം. നിങ്ങളെ മുഹമ്മദ് റിയാസ് നെഞ്ചുവിരിച്ച് നടന്നില്ലേ? 6 വരി പാത നരേന്ദ്രമോദി പണിയുന്ന പാത. ഇടുക്കിയിൽ ബേഡിമട്ട് മൂന്നാർ റോഡ് നരേന്ദ്രമോദി പണിത റോഡ്. നരേന്ദ്രമോദി കൊടുക്കാത്ത എന്തെങ്കിലും ഉണ്ടോ കേരളത്തിൽ? ഉണ്ടോ? നിങ്ങൾ എന്താ ചെയ്യുന്നത്? 32,000 കണ്ണട, 32,000 കണ്ണട മന്ത്രിക്ക്. പിണറായി വിജയന് 1.5 കോടിയുടെ കക്കൂസ് വണ്ടി, 1.5 കോടിയുടെ കക്കൂസ് വണ്ടി, 9.5 കോടി
പോസ്റ്റ് അടിക്കാൻ 9.5 കോടി നീന്തൽക്കുളം, പിണറായി വിജയന് നീന്തി തുടിക്കാൻ 35 ലക്ഷത്തിന്റെ നീന്തൽക്കുളം, ഇനി അവിടെ തൊഴുത്തുണ്ടാക്കാൻ 45 ലക്ഷം, 2ാം നിലയിലേക്ക് കയറി പോകാൻ 15 ലക്ഷം, ഓണാഘോഷിക്കാൻ 20 ലക്ഷം. ഇങ്ങനെ കാട്ടുകള്ളന്മാരെ ഈ കേരളത്തിന്റെ ഖജനാവ് കട്ടുപിടിച്ചില്ലേ? 7 മാസമായില്ലേ പെൻഷൻ കൊടുത്തിട്ട്? 7 മാസമായില്ലേ പെൻഷൻ കൊടുത്തിട്ട്? ഈ രണ്ട് കൂട്ടർ പറയുന്ന ജനസഭ അവസാനിക്കാൻ ഒരൊറ്റ ചോദ്യം കൂടി. പിണറായി വിജയന്റെ പണം ഉണ്ടോ? ഒരു നിമിഷം ജനങ്ങളുടെ നികുതി പണം. ആൻഡോ, അവസാന ചോദ്യമാണ്, എന്റെ ചോദ്യമാണ്. ഇലക്ഷൻ കമ്മീഷൻ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് വ്യക്തിഹത്യ പാടില്ല എന്ന്. പക്ഷേ തൃശ്ശൂരിൽ രാഷ്ട്രീയ എതിരാളികളെ വ്യക്തിഹത്യ ചെയ്യുന്നത് ഒരു നിരന്തര സംഭവമാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിലെന്താ പറയാനുള്ളത്? ഞങ്ങൾ ഇടതുപക്ഷം ഒരാളെയും വ്യക്തിഹത്യ നടത്തുന്നില്ല. പിന്നെ നമ്മുടെ BJPയുടെ സ്ഥാനാർത്ഥി കാണിക്കുന്ന വിഡ്ഢിത്തങ്ങൾ സമൂഹ മാധ്യമങ്ങളിലും അതുപോലെ തന്നെ ദൃശ്യമാധ്യമങ്ങളും വരുന്നതിന് ഞങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് കഴിയും? അദ്ദേഹം ചെമ്പിൽ സ്വർണം പൂശി ലൂർദ് മാതാവിൻ്റെ കിരീടമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ പ്രതിഷ്ഠിച്ച് അദ്ദേഹം ഇളിഭ്യനായതിന് ഞങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് കഴിയും? അതുപോലെ തന്നെ കലാമണ്ഡലം ഗോപിയോടും ഇവരോടൊക്കെ നടത്തുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹം ചെയ്ത കാര്യങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട്? ഞങ്ങൾ യാതൊരു തരത്തിലുള്ള വ്യക്തിഹത്യയും ഞങ്ങൾ നടത്തുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങൾ തയ്യാറല്ല. അങ്ങനെ ഒരു രാഷ്ട്രീയമായിട്ടുള്ള നിലപാട് സ്വീകരിക്കുന്നവരല്ല ഇടതുപക്ഷം. ഒരിക്കലും വ്യക്തിഹത്യ നടത്തിയിട്ട് വോട്ട് നേടുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഒരിക്കലും ഉദ്ദേശിക്കുന്നില്ല. വ്യക്തിഹത്യ പെട്ടെന്ന് പറയാം, താങ്കൾ കേൾക്കരുത്, നോക്കരുത് പ്ലീസ്. പറഞ്ഞോ വ്യക്തിഹത്യ പാടുണ്ടോ എന്നുള്ള. വ്യക്തിഹത്യ ഒരിക്കലും അനുവദനീയമായിട്ടുള്ള ഒരു കാര്യമല്ല. ഇപ്പൊ ഇവിടെ പലരും പറയുന്നു സുരേഷ് ഗോപിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ സുഹൃത്തുക്കൾ ഒരു കാര്യം കണക്കാക്കുക, പരമാവധി അദ്ദേഹത്തോട് വായ തുറക്കണ്ടെന്ന് പറയാ. മറ്റൊന്ന്, ഇദ്ദേഹം പറയുന്നു എല്ലാം മോദിജി തന്നു, ഇപ്പുറത്തുള്ള ആള് പറയുന്നു എല്ലാം വിജയൻ തന്നു. ജനങ്ങളുടെ നികുതി പണം അല്ലാണ്ട് ഇവരാരെങ്കിലും ഇവന്മാരുടെ എവിടെന്നെങ്കിലും കൊണ്ടുവന്നിട്ടാണോ? അത് പൗരന്മാരുടെ അവകാശം, പൗരന്മാരുടെ അവകാശം. ജനങ്ങളുടെ നികുതി പണം അല്ലാതെ ഒരാളുടെ അളിയന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടില്ല. അനീഷ് വ്യക്തിഹത്യയെ കുറിച്ചാണ് ഞാൻ ചോദിച്ചത്. അല്ല, തീർച്ചയായിട്ടും ഇവിടെ സുരേഷ് ഗോപി ജയിക്കുമെന്ന് മനസ്സിലായ സാഹചര്യത്തിൽ അദ്ദേഹത്തെ വ്യക്തിഹത്യ നടത്താൻ വേണ്ടിയുള്ള ശ്രമം, അദ്ദേഹത്തെ പെണ്ണുകേസിൽ കുടുക്കി പരസ്യമായി മാധ്യമ പ്രവർത്തകർക്ക് മുമ്പിൽ പരസ്യമായി സഹോദരിയെ പോലെ കരുതുന്ന ഒരു സ്ത്രീയുടെ തോളത്ത് കൈവച്ചതിന് കമ്മ്യൂണിസ്റ്റ് സർക്കാർ പിണറായി വിജയൻ സ്ത്രീ പീഡന കേസിൽ കുടുക്കി. 3 കേസ് കുടുക്കി. മകളുടെ കല്യാണത്തിന് അധ്വാനിച്ചുണ്ടാക്കിയ പണം, കരുവന്നൂരിൽ ഇവര് കട്ടുകൊണ്ടുപോയ പണമല്ല, അധ്വാനിച്ചുണ്ടാക്കിയ പണം ഉപയോഗിച്ച് അവിടെ ഒരു നേർച്ച നടത്തിയതിന് ഇവര് അദ്ദേഹത്തെ അപമാനിക്കാൻ വേണ്ടി ഉപയോഗിച്ചു. ഇപ്പോ ഏറ്റവും അവസാനം കലാമണ്ഡലം ഗോപിക്ക് പത്മഭൂഷൺ ഓഫർ ചെയ്തു എന്ന് കള്ളക്കഥയുണ്ടാക്കി. ഇന്ന് കലാമണ്ഡലം ഗോപി പറഞ്ഞിരിക്കുന്നു എനിക്കൊരു പത്മഭൂഷൺ കിട്ടുമോ എന്ന് ഞാൻ സുരേഷ് ഗോപിയോടാണ് ചോദിച്ചത്. അപ്പൊ സുരേഷ് ഗോപി പറഞ്ഞു നടക്കില്ല. ഇത് കലാമണ്ഡലം ഗോപിയെ പറഞ്ഞത്. ഇന്നലെ വരെ എന്തൊക്കെ കള്ളപ്രചരണങ്ങള് ഈ കമ്മ്യൂണിസ്റ്റുകാർ സോഷ്യൽ മീഡിയ വഴി നടത്തി. ഉളുപ്പുണ്ടെങ്കിൽ മാപ്പ് പറയും, സുരേഷ് ഗോപിയോട് മാപ്പ് പറയും. നാണമുണ്ടെങ്കിൽ മാപ്പ് പറയും. എന്തൊക്കെ കള്ളക്കഥകള് ഇവർ പ്രചരിപ്പിച്ചു. എന്ത് കള്ളം പ്രചരിപ്പിച്ചാലും സുരേഷ് ഗോപി തെരഞ്ഞെടുപ്പിൽ ജയിച്ചിരിക്കും, ഞങ്ങൾ ജയിപ്പിച്ചിരിക്കും, ഒരു സംശയവുമാണ്. കരുവന്നൂർ ഇലക്ടറൽ ബോണ്ട് വിഷയം വരെ ചർച്ച ചെയ്ത ജനസഭ എന്തായാലും ചർച്ച വളരെ സജീവമായിരുന്നു, സക്രിയമായിരുന്നു. തൃശൂർ ലോക്സഭ മണ്ഡലത്തിലെ ജനസഭ ഇവിടെ പൂർണ്ണമാവുകയാണ്. കോൺഗ്രസ്സുകാർക്ക് മന്ത്രിയാണെങ്കിൽ ഒരു മന്ത്രി മുന്നേ